ഹലോ മിസ് ഗോസ്റ്റാപ്പി, നിനക്കും ഇതുപോലെ 4 മണിക്ക് സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 4 മണി ആവാറാകുമ്പോഴും എത്താറാവാത്ത കൂട്ടുകാരുണ്ടോ? ഞാൻ ഇന്നലെ വാഴ കണ്ടതാണ് ഗൈസ്. ഉണ്ടായിരടി, ഇവിടെ ഒരു കാര്യം പറയുമ്പോഴാണ് നിനക്കറിയാം വിഷ്ണുജിത്ത് എങ്കിലും സമയത്തിന് എത്തും എന്നുള്ള പ്രതീക്ഷയിരിക്കണം ഗൈസ്. 4:30 ആക്ച്വലി സിനിമ. പക്ഷേ ഞാൻ അവന്മാരുടെ അടുത്ത് 4 മണിയെന്ന് പറഞ്ഞതാണ്. എന്നിട്ടിപ്പം എന്താ 3:30 ആവാൻ പോകുന്നു. അപ്പം നന്ദു എന്തോ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോനു ബേബി സിറ്റിങ്ങിലാണ്. വിഷ്ണുജിത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ ഗൈസ്, നമ്മൾ കൃത്യമായിട്ട് അങ്ങ് എത്തുമോ ഇല്ലേന്ന്. എത്തുമോടി നക്കാനല്ല പെണ്ണെ പറഞ്ഞ എത്തുമെന്ന്. ആ വാഴ കൊലയ്ക്കുമ്പോഴെങ്കിലും ഒമാരിങ്ങ് എത്തിയാൽ മതിയായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ട് പറയല്ല, ഭയങ്കര കൃത്യനിഷ്ഠയാണ് എല്ലാവർക്കും. പക്ഷേ എനിക്ക് ഹോപ്പുണ്ട്, കാരണം ഇപ്പം 3:30 ആവുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് തമ്പാനൂരിലെത്ത ഒരു 3/4 മണിക്കൂറൊക്കെ ട്രാഫിക്കൊക്കെ ചേർത്തിട്ട് പോകണ്ടേ അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവന്മാരൊരു 3:45 എത്തിയാലും നമുക്ക് സക്സസ്ഫുള്ളി അങ്ങോട്ട് പോകാൻ പറ്റും കേസ്. അപ്പം എന്തിനാണ് സംഭവിക്കണേന്ന് നോക്കാം. അമ്മ ഞാനേ 4:30 സിനിമയ്ക്ക് 4 മണിന്നാണ് പറഞ്ഞത്. 4 മണിയായിരുന്നു എന്തായാലും നമ്മൾ തിയേറ്ററിൽ എത്തൂല. 4:30 എത്തുമെന്ന് നോക്കട്ടെ അമ്മ. സാധ്യതയുണ്ട്. നന്ദു അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ കുളിച്ചു തുടങ്ങാനെങ്കിലും സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതെ, നിനക്കിത് വല്ലതും അറിയണോ? നിനക്കിത് വല്ലതും അറിയണോടി? ഓ, നല്ല ഭംഗിയുണ്ട് നിന്നെ ഇതിൽ കാണാൻ. മാക്രി ഹുയ് 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 ഹുയ്. ഓൾസോ ഗൈസ്, പെമ്പിള്ളേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര കൃത്യനിഷ്ഠയാണ്. 4 മണിക്ക് സിനിമയ്ക്ക് വർഷം ഇവിടെ നിന്ന് 3 മണിക്കേ പോയി അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അതാണ് ആ പെമ്പിള്ളേർ ആമ്പിള്ളേർ നമ്മളൊരു വ്യത്യാസമേ. കാരണം അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, കൃത്യമായിട്ട് സമയം നോക്കി. ഓ, ഉച്ചയ്ക്ക് 1 മണിക്ക് കുളിച്ച് ഞാൻ 3 മണിക്ക് കുളിക്കുന്ന കാര്യം ആലോചിക്കണതേ ഉള്ളു. അത് സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ ഈ പെമ്പിള്ളേരെ കാര്യം. എന്തായാലും ഗോസ്റ്റു ലേഡി, നമുക്ക് കാത്തിരിക്കാം അവർക്ക് വേണ്ടി. നിനക്ക് കാത്തിരിക്കണ്ടേടി? നിനക്ക് കാത്തിരിക്കാം അല്ലേ? അവൾ കാത്തിരിക്കാനാ. ഇവൾ അക്ഷമയായി ഫേസ് വാക്ക് ചെയ്യണം. 1 സെക്കൻഡ് അവൾ വെറുതെ ഇരിക്കുള്ളൂ, എന്തെങ്കിലുമൊക്കെ അനക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. എന്തായാലും നോക്കട്ടെ ഗൈസ്, ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. 4:30 നമ്മൾ കൃത്യമായിട്ട് തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ ഇത് റെക്കോർഡായിരിക്കും ഗൈസ്. ഞാൻ ഗംഗയുടെ ടാക്ടിക്സ് എടുത്തിട്ടാണ് 4:30 പടത്തിന് 4 മണിയെന്ന് പറഞ്ഞത്. ശരിക്കും ഞാൻ 3:30 എന്ന് പറയാനുള്ളതായിരുന്നു. മൈ ബാഡ്. നോക്കാം. ഏഞ്ചൽ ഇന്ന് സർവീസൊക്കെ കഴിഞ്ഞതാ തിരിച്ചെത്തി ഗൈസ്. നോക്കിയാണ് നമ്മുടെ പുതിയ ഫ്രഷനപ്പായ ഡിക്കി. ഓഹ്, എത്ര ദിവസം നമ്മളിത് കാരണം മെനക്കെട്ടെന്നറിയാമോ ഗൈസ്. അപ്പോൾ അന്ന് സംഭവിച്ചത്, കണ്ണൻ്റെ വീട്ടിലിൻ്റെ മറ്റേ ബാക്ക് സൈഡിൽ അയ അങ്ങനെയൊക്കെ പറയുമല്ലോ, അതിൻ്റെ കയർ നോക്കിക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇതുകൊണ്ട് വലിഞ്ഞങ്ങ് ഇവിടെ കൊണ്ടങ്ങ് പുഷായിപ്പോയി. അതാണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം. എന്തായാലും ഞാൻ കാറിൽ റെഡിയായി. കറക്റ്റ് 3:30 നമുക്ക് നോക്കാം ഗൈസ് ആരൊക്കെ കൃത്യസമയത്ത് എത്തുമെന്ന്. ഓരോ കൃത്യസമയത്ത് എത്തുന്നവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ആരെങ്കിലും കൃത്യസമയത്ത് എത്തുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നോക്കട്ടെ. ഞാൻ വിഷ്ണുവിനെ വിളിച്ച കേസ്. അപ്പോൾ അവൻ പറഞ്ഞ് അവർ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം, നമുക്ക് ആദ്യം വിഷ്ണുവിനെ പിക്ക് ചെയ്യാം. വൈദ്യുതി കേസ് ഇത് ഇന്നലെ നമ്മുടെ ZH എന്ന് പറഞ്ഞ പേനില്ല, അവൻ്റെ മറ്റേ ഗിഫ്റ്റിൽ കിട്ടിയ ഡേ ടു ഡ്രീം ടീഷർട്ടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇന്നലെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ വൺ പീസിൻ്റെ ക്യാരക്ടർ ടീഷർട്ടും ഇതും സൂപ്പർ ടീഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവർ ഡിസൈനും മെറ്റീരിയലും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. പോയി വിഷ്ണുവിനെ എടുക്കാം, എന്നിട്ട് ബാക്കി 2 പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഒരുത്തനെങ്കിലും കൃത്യനിഷ്ഠതയോടുകൂടി വന്നല്ലോ അളിയാ. നീ വന്നപ്പോഴത്തേക്കും 3:40. അല്ല, ഞാൻ വന്നപ്പോഴല്ല, ഞാൻ ഓൾറെഡി ഇറങ്ങി നിൽക്കുകയാണ്. ആണോടാ? അവൻ വരുമ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേ. എന്റെ കണ്ണ് നിറഞ്ഞടാ, എന്റെ കണ്ണ് നിറഞ്ഞു. അവൻ മുണ്ടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയം ഞാൻ പറഞ്ഞത് 3:30. കറക്റ്റ് 3:30. ഞാൻ 3:45 ഞാൻ ഇറങ്ങി. ഞാൻ ഉണ്ടല്ലോ 4:30 സിനിമ. ഞാൻ 4 മണിന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടോ ഇങ്ങനെ നീ 3 മണിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സത്യം കൈ, സത്യം. ഇത് എന്റെ ഒരു അബദ്ധമാണിത്. ഹലോ തന്നെ. അപ്പൊ എവിടെ വരണം നമ്മള്? നന്ദു, ഞാൻ ഉണ്ടറാ ഇവിടെ. ഇവനെ കിട്ടി. ഇനി നീ കൂടെ വന്നാ മതി. എന്നെ കിട്ടിയെന്ന് ഗൈസ്. അനിശ്ചിതാവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം ഇല്ലേ? അതെ, അതെന്തായാലും ഇരിക്കട്ടെ ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കും ബ്ലൂവും അളിയന്മാര് ഒരേ ഡ്രസ് കോഡിൽ വാഴ കാണാൻ പോവുകയാണ് ഗൈസ്. സോനു ചെറിയൊരു ബേബി സിറ്റിംഗ് വിഷയത്തിലിരിക്കുകയാണ്. അപ്പം നോക്കട്ടെ അവനെ കിട്ടുമെന്ന്. ഓക്കെ, അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നന്ദുവും സോനുവും കൂടെ ഒരു പുതിയൊരു ചെറിയ വെഞ്ചർ ഉണ്ട് ഗൈസ്. അവന്മാര് ഒരു Airbnb കഴക്കൂട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ റൂം ഇന്ന് ബുക്കിംഗ് ഉണ്ട്. അപ്പൊ അതിന് അവന്മാർ ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് അവന്മാര് ആളിനെ വെച്ചിട്ടില്ല.
അവന്മാരാണ് സെറ്റ് ചെയ്യണം അല്ലേടാ? അതെ. അപ്പൊ അതിന്റെ തിരക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. എന്നിട്ട് അവന്മാര് ഫ്രീ ആണെങ്കിൽ കൊണ്ടുപോവാ. അതെ, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്ന് കാണാം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് മാറ്റുകയെങ്കിലും ചെയ്യായിരുന്നു കേസ്. പോട്ടെ, എന്തായാലും നമുക്ക് അവിടെ പോയി അവന്മാരുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. അപ്പൊ ആദ്യം അവന്മാരുടെ ഓയല്ലല്ലേ, എയർബിഎൻബി. ദാണ്ട ഗൈസ്, ഇതാണ് അവന്മാരുടെ ഇത് ഗ്രീൻഫീൽഡ് ഓറ സ്റ്റേ. ഓറയാണ് അവന്മാരുടെ ബ്രാൻഡ്. ദാണ്ട ഗൈസ്, ഇതാണ് കേട്ടോ അവന്മാരുടെ ബിൽഡിങ്. കൊള്ളാല്ലേ, ഗ്രീൻഫീൽഡ് ഓറ സ്റ്റേ റിലാക്സ് റെജുവിനേറ്റ് റിട്രീറ്റ്. അവന്മാര് ഇത് റിവീൽ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അകത്ത് കയറി നന്ദുവിനെ നോക്കിട്ട് വരാം. എടാ മരവുളെ, എന്നാ പോവാ. അവൻ വരുവോ? എടാ ഇത് കൊള്ളാലടാ നന്ദു. എടാ റൂം ടൂറൊക്കെ കൊടുക്കാറായ? അപ്പം അത് കാണണ്ട ഗൈസ്, ഇത് കൊള്ളാം. എടാ എത്ര റൂമാടാ ഇവിടെ? 4 റൂമുണ്ടല്ലേ? ഇന്ന് 2 റൂമിന് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പോട്ടെ, ഞാൻ സോനുവിനെ കൂടെ കിട്ടുമോ? അപ്പൊ ഇവരെ കിട്ടി ഗൈസ്. സോനു വരുമ്പോഴത്തേക്ക് വിരിച്ചിരിക്കണേ, അവനെ കൂടെ കൊണ്ടുപോവാ. ഈശ്വര എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് സിനിമ കാണാൻ. ഷീറ്റ് വിരിക്കട്ടെ ഞങ്ങൾ. ഓ ഈശ്വര, എങ്ങനെ കുളിച്ചൊരുങ്ങി ഇറങ്ങിയതാണ് ഞാൻ. ഒരു ഇവിടെ പോടാ, കേറി പോടാ ഗൈസ്. 2 റൂമും 2 കക്കൂസുമാണ് നമ്മൾ വൃത്തിയാക്കിയത് ഒരു സിനിമ കാണാൻ പോവാൻ വേണ്ടിട്ട്. ഓ കൊക്കക്കോളെ കുലുക്കി പോവേണ്ട ഒരു റൂം ഫ്രഷ്നർ അടിക്കാൻ. ഓ എന്റെ പൊന്നമ്മച്ചി, എന്തൊരു ചൂടറാ. ഇപ്പൊ വരും, റൂം ഫ്രഷ്നർ അടിക്കാൻ പോയേക്കണം. ഓ എത്തൂലടാ. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കിട്ടൂല. ഞാൻ എന്നും പറഞ്ഞ് പതുക്കെ പോയാൽ മതി കേട്ടോ. എടാ അവിടെ സ്കൂൾ അടച്ചല്ലേ, സ്കൂളില്ല കേസ്. അപ്പൊ ഇരുട്ട് പൊന്നെ, ഞാൻ എങ്ങനെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് അവിടെ പച്ചക്കറി കട ഇട്ടിട്ട്. അയ്യോ, ഇതൊരു ആളിനെ നിർത്തണോടാ ഗൈസ്. 4:25 5 മിനിറ്റ് കൊണ്ട് തിയേറ്റർ എത്തൂല. വിഷ്ണു അത് ഓൾറെഡി സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. നീയൊക്കെ ബാക്കി സീറ്റ് വലിട്ടിട്ട് അതെങ്ങനെയാടാ? അതെടാ, നിന്നെ കൂടെ കൊണ്ടല്ലേടാ. എടാ എന്ന് പറഞ്ഞാ ഈ സിനിമ ഇന്നലെ കണ്ടപ്പോഴേ അതെ ഇത് പയ്യന്മാരുടെ കൂടെ ഇരുന്ന് കാണണമെന്ന്. ഇതുവഴി പോണോ എളുപ്പം? എന്താ നീ ഏറ്റെടുത്താ പറ്റുള്ളൂ. വീഡിയോയിലെ ഞാൻ ബാക്കി പണിയൊന്നും ചെയ്താൽ കാണിക്കില്ലടാ. കാര്യം എന്ന് വെച്ചാല് ഞാൻ കടയിൽ പോലും നിൽക്കാതെയാണ് ഇതിനു വേണ്ടി. എടാ അത് നിന്റെ ഒരു ഉറ്റ നൻപന് വേണ്ടി നീ ചെയ്തതല്ലേ? നൻപനാണ് ചെയ്തത്. കണ്ടവന്മാർ എല്ലാരും വാരിക്കണം. ഞാൻ കേട്ടു. ആദ്യം ലവൻ പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു. പാർവതി ഇന്നാലിരുന്ന് പ്രാവിയപ്പോഴേ എനിക്ക് തോന്നിയാണ് നന്ദു. എനിക്ക് സത്യം പറഞ്ഞാൽ മൂട്ടിൽ റോക്കറ്റ് വെച്ച അവസ്ഥയാണ്. മൂട്ടിൽ റോക്കറ്റ് വെച്ചതായിട്ട് ഇവിടെ ഒരുത്ത പോലുണ്ട്. 5 മണിക്ക് ഇതുള്ള ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്യാം. 5 മണിക്ക് ഇല്ലടാ, സീറ്റ് ഇല്ലടാ. ഇല്ല, എല്ലായിടത്തും ഫുള്ളി ഹൗസ്ഫുള്ള്. മഴ ടീമിന് ഒരു വലിയ കുഡോസ്. നിങ്ങളുടെ വിജയമാണ് ഈ സീറ്റ് ഫുള്ളായത് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇനി ആകെ ഉള്ളത് ആറ്റിങ്ങല് ഗംഗയില് രാത്രി 12 മണിക്കത്തെ ഷോ ആണ്. അത് മതിയായിരുന്നു. പോടാ. എന്നെ സംബന്ധിച്ച് ആ സമയത്ത് എനിക്ക് മനസ്സമാധാനം കിട്ടി. ഓക്കെ, എന്തായാലും കേസ് നമ്മള് ഇതാണ് സമയം. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നമ്മൾ കൃത്യം 25 മിനിറ്റ് എടുക്കും. അതായത് 4:55 നമ്മളവിടെ 55 ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എടുത്തോ. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണോ? അയ്യോ, നമ്മൾ എത്തിക്കട്ടോ. സിനിമ വേറെ ബുക്ക് ചെയ്യാം. അയ്യോ ഓക്കെ ഗൈസ്, ആരടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. നമ്മള് 15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. 15 മിനിറ്റ് ആയി. നമ്മള് പട്ടമല്ലേടാ പ്ലാമൂട് എത്തി. എങ്ങനെയുണ്ടോ റൈഡ്? ആരും ഇത് അനുകരിക്കരുത്. ഞാൻ ഈ പൊട്ടന്റെ ഞാൻ ഭയങ്കരമായിട്ട് എതിരാണ്. ഞാൻ ഈ AC വണ്ടിക്കകത്തിരുന്ന് ഞാൻ വേർക്കണം.
ഞാൻ ചത്ത് ഗൈസ്. ഇത് നീ കാരണോട് പറഞ്ഞില്ലടാ അവന്റെ അടുത്ത്. ഞാൻ വിളമ്പിയിട്ട് അവിടുന്ന് അവിടെ വന്ന് ഇന്നതാ ക്ലീൻ ചെയ്ത് വണ്ടിക്ക് കത്തിരിക്കുന്നു. ചോറുണ്ട്. നിനക്ക് ഞാൻ പോപ്കോൺ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ മുട്ട പപ്സ് വാങ്ങിച്ചു തരാം ഞാൻ നിനക്ക്. നമുക്ക് സിനിമ. ഓ ആദ്യം നമ്മൾ തിയേറ്റർ എത്തണം ഗൈസ്. നമ്മള് എത്ര നേരം കൊണ്ട് എത്തും പറഞ്ഞുകൂടെ, എന്തായാലും പോകുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, വിമാനം കണക്കാണ് നമ്മൾ വന്നതെന്ന്. ഒന്ന് 4:50 എന്റെ അവസ്ഥ നീ വീർത്താവില്ലേ? പെട്ടെന്ന് വാ, പെട്ടെന്ന് വേണം വിഷ്ണു, പെട്ടെന്ന് പോക്കോ. നമ്മൾ ഓൾറെഡി 20 മിനിറ്റ് മിസ്സാക്കി സിനിമയുടെ. കഥ പറഞ്ഞു തരാം. ആദ്യം ഒരു കൊച്ചുണ്ട്, ഐ മീൻ അതല്ല കഥ കേൾക്കണ്ടേ, ഓടിവാ. കഥ പറഞ്ഞു പോവാൻ കുറെ കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ എത്തി. കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഞാൻ ഇപ്പൊ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഹാപ്പി ഗുഡ് ഫ്രൈഡേ എന്ന് ആരും പറയൂല അത്. സോറി, എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അറിയാത്തൊരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങളത് കാണണം. ദുഃഖ വെള്ളിയാഴ്ചയാണ് എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത്. എന്നിട്ട് എവന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞത് നല്ല വെള്ളിയാഴ്ചയാണ്. പടം എങ്ങനെയുണ്ട്? അവന് അതിന്റെ ഇടയിൽ കൂടെ 16,000 കോള് വന്നു. അതിന്റെ ഇടയിൽ കൂടെ അവനെ വിളിച്ചോണ്ട് വിഷ്ണു മൂത്രം ഒഴിക്കാനും പോയി. ഇവിടെ എങ്ങനെ ഡ്രസ് അവന് സെക്കൻഡ് ഹാഫ് മൊത്തം കാണും കേസ്. നമ്മൾ കണ്ടാ കേസ് സെക്കൻഡ് ഡേ വന്നിട്ടും ഹൗസ്ഫുള്ള്, ഒരു രക്ഷയില്ലാത്ത തിരക്ക് കേട്ടാ. അല്ലാണ്ട് പപ്സും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, സ്നാക്സ്. നാട്ടിലിപ്പോൾ സർവൈവ് ചെയ്യണമെങ്കിൽ ഹിന്ദി പഠിക്കേണ്ട അവസ്ഥയാണ്. ഏക്ക് ക്രീം ഡോണറ്റ് കഴിക്കാം. ഓക്കെ, 4 ഒരു കോൾഡ് കോഫി, 2 ഹോട്ട് കോഫി. പച്ച 350, 350, 50. വെള്ളം വേണ്ടേടാ. 350. എനിക്ക് ഹിന്ദി നമ്പർ കടുപ്പമാണല്ലേ. 299 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ഓക്കെ, സ്നാക്സും ഒക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് ഞങ്ങൾ കിടക്കട്ടെ. ഇനി ഇമോഷണൽ റോളർ കോസ്റ്റർ. നീ മൊത്തം കാണടാ ആദ്യം. എങ്ങനെ ഉണ്ടായിരുന്ന പടം? നല്ല പടം. ഞാൻ കരഞ്ഞു. നീ കെട്ടിപ്പിടിച്ചൊക്കെ കരയണം. എനിക്ക് കെട്ടിപ്പിടി വിഷ്ണു അപ്പുറത്ത് തേങ്ങനെ ഉണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ കണ്ണ് വയ്യാത്തോണ്ടാണ്. കാർ ഓട്ടിച്ചെങ്ങനെയാ കണ്ണ് കലങ്ങണം? വണ്ടി ഓടിക്കുമ്പോ കണ്ണ് നിറയും. ഇവിടെ തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ണ് നിറയണം. ഈ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ണുണ്ടല്ലേ, കാറി കയറിയിട്ട് ഞാൻ ഓടിച്ചമ്മ അങ്ങോട്ട് പോകില്ലേ, അപ്പൊ എന്റെ കണ്ണിങ്ങനെ ആയിരിക്കും. ഇമോഷണൽ ടച്ച് ആവും. പിന്നെ ഇതല്ല. പക്ഷെ ഞാൻ നല്ലപോലെ കരഞ്ഞതാ. ഞാൻ ഇന്നലെ കരഞ്ഞില്ല, ഞാൻ ഇന്ന് വീണ്ടും കരഞ്ഞു. എനിക്ക് നല്ല വിഷമമായി. നീ 3/4 ഭാഗം പടം കണ്ടോളെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നല്ല കരഞ്ഞു. മനസ്സ് വേണമെന്നില്ല. അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൊള്ളാം. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് മാത്രം ലാസ്റ്റിൽ ടൗമാരെ കൊണ്ടുവന്നില്ലേ. പക്ഷെ നമ്മളെ കുറെ ആ സമയത്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം കാണിക്കുന്നുണ്ട്. റിലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അതെ, ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. മത്സരിച്ച് അഭിനയിച്ച എല്ലാരും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര നല്ലതായിട്ട് ചെയ്തല്ലേടാ. 90s ഉള്ള സംഭവം. നിനക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവുമെന്ന് അറിയാന്നുള്ളതാണ് നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്നത് ഞാൻ. അതിനും വേണ്ടി കിടന്ന് കരഞ്ഞില്ലേടാ. അതിൽ ഫുൾ റിലേറ്റഡ് സാധനങ്ങളേ ഉള്ളൂ. എന്നിട്ട് കരഞ്ഞ് മെഴുവി അവസാനം. എന്റെ കണ്ണ് കഴിയാ. ഞാൻ ഒച്ച ഉണ്ടാക്കാതെയാണ് കരഞ്ഞ. ഒച്ച ഉണ്ടാക്കി കരഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തലേന്ന് എടുത്ത് കണ്ണീരൊക്കെ തുടക്കണം. എന്നിട്ട് കരുതില്ല, അത് കാള പതി. ഞാൻ കരഞ്ഞില്ല, ഇമോഷണൽ ഉണ്ട്, പക്ഷെ ഞാൻ കരഞ്ഞില്ല. പിന്നെടാ ഈ സിനിമയിൽ പഴയ കുറെ ആൾക്കാരെ തിരിച്ചുവരവുണ്ട് കേട്ടോ. ഉണ്ട്. സ്പോയിലർ അടിക്കണ്ട, പക്ഷെ ഉണ്ട്, ഇതൊക്കെ രസമാണ്. സത്യം. നാളത്തോടുകൂടി എല്ലാരും കണ്ട് തീർക്കും. വെള്ളി, ശനി, ഞായർ. ശരിയാണ്. പക്ഷെ ഇതൊരു ഫസ്റ്റ് ഡേ ആരുടെ അവിടെ കിടന്ന് കൈ അടിച്ചത്? അതെ, സെറ്റ്. അവന്മാർക്ക് ഒരു ടാറ്റ. അയ്യോ, ഫോക്കസ് ആയില്ല അവന്മാർക്ക്. എന്തായാലും ആദ്യത്തെ ദിവസം കൊണ്ട് 10 കോടി കളക്ട് ചെയ്ത്, 2ാം ദിവസം കൊണ്ട് ഒരു 20 കോടി ആവട്ടെ. എന്നിട്ട് ഈ പടം 100 കോടി ക്ലബിൽ കയറി. ഇത് രസമായിരിക്കുമല്ലേ? 100 കോടി കയറി കഴിഞ്ഞാൽ പൊളിക്കും. ടച്ചൂട് അങ്ങനെ സംഭവിക്കട്ടെ. നാക്കിന്ന് വന്നതാണ്, അങ്ങനെ ഉണ്ടാവട്ടെ. നൈസായിരുന്നു. നമ്മളിനി എവിടെന്നെങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. നേരെ നമ്മള് ഗാന്ധി പാർക്കിലോട്ട് വന്ന. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചാലക്കകത്ത് KTLC കയറി കുഞ്ഞു കോഴിയുടെ ഫ്രൈയും
ചപ്പാത്തിയും അച്ചാറും ഗ്രേവിയും ലിവർ ഫ്രൈയും പൊളി സാധനമാണ്. ലിവർ ഫ്രൈ അതിന്റെ പൊടി അതെ. പൊടി ഇട്ടിങ്ങനെ ഇവിടെ എന്തോ നടക്കുന്നുണ്ടോ പരിപാടി? ഇങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. എങ്ങനെയാടാ? ഇതുപോലെയാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം അതുപോലെ ഓ അയ്യോ, ഭയങ്കര സംസാരമാണല്ലോ. ഓക്കെ, ചാലയിലോട്ട് കയറട്ടെ ഗൈസ്. ഇതാണ് തിരുവനന്തപുരം ചാല. എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിപ്പം എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് ഒരു ബ്രോഡ്വേയോ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോടാണെങ്കിൽ മുട്ടായി തെരുവോ ഒക്കെ പോലെ തിരുവനന്തപുരത്തിൻ്റെ ചാല, ലോക്കൽ മാർക്കറ്റ് എല്ലാം കിട്ടും ഇവിടെ. ഇവിടെ നടന്ന് വരവിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. കൊച്ചുനാളോട്ട് നമ്മൾ എല്ലാവരും പൂവൊക്കെ എടുക്കാൻ വേണ്ടി ഓണത്തിന് പൂവെടുക്കാൻ വന്ന് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലം ഇതാണ് ഗൈസ്. ഞങ്ങള് അത് സ്കൂളിൽ നിന്ന് പൈസ മുക്കുകയാണെങ്കിൽ യഹൂമാര് നമ്മളെ പൈസ മുക്കും. ഇല്ല, നമ്മളാ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്, നമ്മൾ മുക്കൂല. നമ്മൾ ഭയങ്കര പൂവിന് 70 രൂപയാണ് വില. ഇപ്പൊ ഇവിടെ വരുമ്പോ അവര് 30 രൂപ. ഓ, അപ്പൊ ഞാൻ ആലോചിക്കാം എങ്ങനെയാണ് ഇവിടെ 70, ചിലയിടത്ത് 70 രൂപ, ചിലയിടത്ത് 30 രൂപ. ഡിജിറ്റൽ ത്രാസ് ഉള്ളിടത്തെല്ലാം 70 രൂപ, കൈത്രാസ് ഉള്ളിടത്തെല്ലാം 30 രൂപ. അയാൾ ഇങ്ങനെ തൂക്കും. ഓ, എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ മേളിലത്തെ സ്വന പിടിച്ച് കൈ കൊണ്ടങ്ങ് ആക്കും. നമ്മള് ശ്രദ്ധിക്കൂല. നമ്മൾ 30 രൂപ ലാഭം എന്നും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ അവിടെ ചെന്ന് തൂക്കി നോക്കുമ്പോഴാണ് ഇപ്പൊ എല്ലായിടത്തും ഡിജിറ്റലായി. ഇപ്പോഴും ഉണ്ടല്ലേ, ഓണത്തിന് ഞാൻ പോകുമ്പോ കാണാറുണ്ട്. അപ്പൊ ഇപ്പോഴും സ്കൂളിലുള്ള പിള്ളേരൊക്കെ വന്ന് കബളിപ്പിക്കപ്പെടും. ഇവിടെ ആസാദ് ഉണ്ടാടേ? പണ്ടത്തെ പഴയ ആസാദ്, ഒറിജിനൽ ആസാദ് ഇതാണ് അല്ലല്ല? ഇവിടെയാണ് മെയിൻ. മെഡിക്കൽ കോളേജിന്റെ അവിടെ ഉള്ളല്ലേ? എനിക്ക് ഓർമ്മയുള്ള ഞാൻ ജനിച്ചപ്പം തൊട്ട് ഇവിടെ വന്നു. അവൻ പ്രസവം കഴിഞ്ഞ ഉടനെ പുറത്തിറങ്ങി ഒരു ഊബർ വിളിച്ച് നേരെ ഈ ആസാദി വന്ന് അവൻ ബിരിയാണി കഴിച്ചു. നമ്മളെല്ലാം പച്ചക്കറി വാങ്ങിക്കാൻ വരുമ്പോഴേ അമ്മയിലൂടെ ഞാൻ ആദ്യം വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല അമ്മ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങി പോണ വഴിക്ക് ബിരിയാണി വെച്ച് ഈ ഇവിടുത്തെ മണം വെച്ചിട്ട് പറയും. അന്നത്തെ തിരക്കും ആ രുചിയും ഇപ്പോഴും നാവിന്റെ തുമ്പത്തുണ്ടല്ലേ. പക്ഷെ ആ സാധനം അതുപോലത്തെ ഒരു കടയാണ് ഗൈസ് ഇവിടെ. നമ്മുടെ എന്തൊരു പറയണ കേത്തൽസ് നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മുട്ട പറഞ്ഞ ഒരു അണ്ണ ഉണ്ടല്ലോ, അങ്ങനെ പേര് പറഞ്ഞു. അതെ, മുരുകണ്ണന്റെ ഒരു മുട്ടക്കടയുണ്ട്. പിന്നെ മറ്റേ നമ്മളെ ഭൂജിക്കട. ആ അതെ, സൗരാഷ്ട്ര ഇവിടെ അല്ല, അത് നമ്മുടെ അപ്പുറത്ത് ഓവർ ബ്രിഡ്ജിന്റെ താഴെ. ഇങ്ങോട്ട് കണ്ട ഇങ്ങനെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഹോൾസെയിൽ കടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെയാണ് കേത്തൽസ് ചിക്കൻ. സൈഡ് തെരുവല്ല. അതെ, കണ്ട പാത്രങ്ങള് ഉണ്ടോ? ഇത് മറ്റേ പ്ലാസ്റ്റിക് പാത്രങ്ങള്. ചെടി നടാൻ പറ്റണം കുറെ സാധനങ്ങൾ കേട്ടാ, പക്ഷേ കൊണ്ടുവരാം. അല്ല, ഇത് കാണും. എടാ നോക്കടാ, മുത്തുക്കുട അല്ല, മറ്റേ കളർഫുൾ കുട, കോപ്പിക്കുടകൾ, വേലായുധൻ പിള്ള ആൻഡ് സൺസ്. ഓ നോക്ക് കുടക്കട. ഇതാണ് റഹ്മാനിയ കേത്തൽസ് ട്രിവാൻഡ്രത്ത്. ഗൈസ്, പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോലെ വരണമൊക്കെയാണ്. ഇത്രയും വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഉണ്ടല്ലോ ആണല്ലേ? എന്നിട്ട് സ്പൈഡർമാൻ്റെ ചുക്കാൻ വേണ്ടി പിടിച്ച് തീർക്കണോ? നോക്ക് ഗൈസ്, മുത്തുക്കുടകൾ. എനിക്ക് തോന്നുന്നത് അമ്പലത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടാ. ഓ, റെന്റ് ആണോ അതാ? വിലക്ക് അല്ലാതെ നോർമൽ കുടകളൊക്കെ ഇല്ലേ? ആ, ഇത് ബൾക്കായിട്ടാണല്ലേ ഞങ്ങള് എടുത്ത് വെച്ചേക്കുന്നത്. അടിപൊളി, അടിപൊളി. നമ്മളിങ്ങനെ റാൻഡം ആയിട്ട് കണ്ട് കയറിയതായിരുന്നു. ഇതില് വലുതൊക്കെ എത്ര ആവും? വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1500, 1650. ഓ, അങ്ങനെ ഹെവി ഐറ്റം. ഇതൊക്കെയാ? ഇത് ഒരു 2500. വില കൂടുതലാണോ? അതെന്താ വ്യത്യാസം? ഓ ഹോ 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 ഹോ. ഇവിടുന്ന് നാട്ടിൽ ആനപ്പുറത്തൊക്കെ ഇരുന്ന് പിടിക്കാൻ വേണ്ടിയൊക്കെ എടുക്കണായിരിക്കും കേട്ടോ. ഓ, നൈസ് ടു മീറ്റ്. സന്തോഷം കേട്ടടാ. പിള്ളേരെ കണ്ടിട്ട് വന്നായിരുന്നു. കുഞ്ഞു കൂടൊക്കെ ഏട്ടാ ഈ ഇരിക്കുന്ന? ഓ ഓ, ശരിയാണടാ. താലപ്പൊലി എടുക്കണ പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ നൈസാണ് കേട്ടോ. ഇങ്ങനെ അമ്പലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പല വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ഐറ്റം ആണ്. ഇത് 400 ഉണ്ടല്ലേ? 5000, 6000 ഉണ്ട്. ഓ, 6000 രൂപയുടെ കൂടെ ഇവിടെ ഉണ്ടോ ഇപ്പൊ? ഇവിടെ കാണിച്ചു തരുമോ? 6000 രൂപയുടെ കൂടെ ഒന്ന് കാണുന്നുണ്ടോ? ഇന്നുവരെ കണ്ടിട്ടില്ലേ 6000 രൂപയുടെ കൂടെ?
നമുക്ക് നോക്കാം ഗൈസ്. ഓ എന്റെ പൊന്നി, എന്തോരം കുടയിടാണ് ഇരിക്കുന്നത്. സത്യം കേട്ടാ. ഇതാണ് 6000 രൂപയുടെ കുട. തുറന്നേടാ കുട. കുട അല്ലെ, കുടയല്ലേ, ഫാൻ. ആ വെൽവെറ്റിന്റെ തുണി കേട്ടാ. ഇതാണ് 4000 രൂപയുടെ കുട. കൊള്ളാല്ലേ? 4500. ആഹാ. ഹായ്, ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാകാൻ എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്ന കേട്ടാ. ആ പെപ്പര പര പര പെപ്പ. എന്തൊരു വർക്ക് അതില്. ഇത് എവിടെയാ ബ്രോ ഇത് വർക്കൊക്കെ ചെയ്യണത്? തൃശ്ശൂരിന്ന് ചെയ്ത്. ഓ, തൃശ്ശൂരിന്ന് ചെയ്ത് വരുന്നതാണ് കേട്ടോ അതൊക്കെ. സെറ്റ് സാധനം. അവിടെ പിന്നെ അതിന്റെ ഏരിയ അല്ലേടാ തൃശ്ശൂര്. തൃശ്ശൂർ പൂരത്തിനൊക്കെ എന്തോരം കുടകളാണ് അവർ വിരിയിക്കണത്. ആ 6000 രൂപയുടെ കുട കാണിക്കും. അതിനാണ് നമ്മൾ വന്നത്. 6000 രൂപ കുട ഇല്ല, തീർന്നെന്ന്. അതും മറ്റേ മയിലിന്റെ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇതൊരെണ്ണം എടുത്തേടാ സോനു, ഒരു കവറിങ് എടുത്താണ്. ആ അതാ എൻ്റെ ഇപ്പുറത്തിരിക്കണതാ. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള കുടയാണ് കേട്ടോ, ബിസിലൊക്കെ ഉള്ള കുട. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയ ആൾക്കാർക്കുള്ളതാണെന്ന് തോന്നുന്നു. ഓ കരമുണ്ട് കേട്ടോ. 3 fold അല്ലേ? ഇതാണോ? അത് തീർന്നെന്ന്. അയ്യോ കേസ്, നിങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യമില്ല. 13,000 രൂപ എന്റെ പൊന്നി. ഓ, അത് ഏതമ്പലക്കാരടാ വാങ്ങിക്കൊണ്ട് പോയാ? കൊല്ലംകോടല്ലേ? അയ്യോ, ഓ എന്ത് രസോടാ. മകുടവും വരും അല്ലേ? ഓ ഹോ ഹോ ഹോ. എടാ എന്ത് ഭംഗിയടാ ഇത്. 13,000 രൂപയുടെ. 13,000 രൂപയ്ക്ക് അടി നിൽക്കുകയാണ് നന്ദ്. കൊള്ളാടാ. ഇത് സത്യം പറഞ്ഞ കുട കൈ കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും അതാണ് അതിന്റെ ഭംഗി. നല്ല ഭംഗിയല്ലേ? ഈ ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ ഇതിനെ കറക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടളിയാ. ഹായ്. ഓ ഇതാണ് മകുടം അല്ലേ? ഇതും ഗോൾഡ് പ്ലേറ്റഡ് ആണോ? ആ ഇപ്പഴാണ് അതിന് പൂർണ്ണത വന്നേടാ. പതുക്കെ പതുക്കെ ഫാനുണ്ടേ. ആ കാലും ഉണ്ടോ? ഓ എല്ലാം സെപ്പറേറ്റ് പീസാണല്ലേ? കാല് പ്രധാനമാണോ? ഓ ഇത് കാലാണല്ലേ? എടാ നന്ദു, എടാ ആ ഫാന് ഓഫ് ചെയ്തു കേട്ടോ. ആ അതെ അതെ. എന്റെ മോനെ, ഇപ്പോഴാണ് അതിന്റെ ആ ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇത് പിടിക്കുമ്പോ എന്ത് രസമായിരിക്കും അല്ലേ? ഇത്രയും. ഇത് പിന്നെ എന്തിനാണ്? എഴുന്നള്ളിപ്പിന് നടന്നു പോകാനായിട്ടല്ലേ? ഇതിന് വളരെ വില കുറഞ്ഞു വേണ്ട വിഷ്ണു, വേണോ എനക്ക്? വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോ പിടിച്ചോണ്ടിരിക്കാം. ആണോ? അടിപൊളി, നല്ല രസമുണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു കേട്ടാ കാണിച്ചു തന്നതിന്. സോനു, അമ്പലത്തിൽ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്തോ. പിരിവ് നീ എടുത്തിട്ട് ഒരു കോട സംഭാവനയായിട്ട് കൊണ്ടുവരാൻ പറയാം. പക്ഷേ ഈ ഉത്സവ സമയത്ത് മാത്രമല്ലേ എടുക്കുള്ളൂ എല്ലായിടത്തും. പള്ളിയിലൊക്കെ എടുക്കും അല്ലേ? ആ ഹാ ഹാ ഹാ. നല്ല രസമുണ്ട്. ഓ നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ശരി, താങ്ക് യു കേട്ടോ. നമ്മള് വെറുതെ കയറിയെങ്കിലും ചേട്ടന്മാരത് വർത്ത് വൈലാക്കി നമ്മുടെ. ഇതാണ്ട കേസ്, ഇത് BBC ഇവരെ കുറിച്ച് വന്ന ആർട്ടിക്കിളാണ്. വേണ്ട, BBC ട്രാവലില് ഇവരെ കുറിച്ച് പണ്ട് വന്ന ആർട്ടിക്കിളാണ്. ഓ ഇത് വായിച്ച് ഏൽപ്പിച്ചു തരാനുള്ള സ്ഥലമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വായിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചോളൂ. വായിക്കാൻ നിന്ന് 2 ദിവസം എടുക്കും. ആ ട്രഡീഷൻ അല്ല, പഴയ ട്രഡീഷൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന സാധനം ഇവര് തന്നെയല്ലേ? പഴയ പത്രത്തിന്റെ ഇതാണ് എവിടെ? ആ ശരിയാണ്. ഇത് എത്ര വർഷം മുന്നുള്ള പത്രം? ഇത് പഴയ നോട്ടല്ലേ? 3 രൂപ. പഴയ കറൻസി. ഇങ്ങനെയാണ് ഇവിടുത്തെ റേറ്റുകൾ കേട്ടോ. ഇലയിട്ടു, അച്ചാറ് വെച്ചു, ചിക്കൻ പാർട്സ് ഇട്ടൊരു ഗ്രേവി വന്നു. നല്ല ഗ്രേവിയാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ കഴിക്കാൻ ആപ്റ്റായിട്ടുള്ളതാണ്. ചപ്പാത്തി വന്നു. അവര് 5 ചപ്പാത്തി എല്ലാവർക്കും ആദ്യമേ തരും. കുഞ്ഞു ചപ്പാത്തി നല്ല ചൂടോട് കൂടി ഇപ്പൊ തന്നെ ചുട്ടത്. ചപ്പാത്തി വന്നു, നാരങ്ങ വെള്ളം വന്നു. ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ. നമുക്ക് കുടിക്കാനായിട്ട് വെള്ളമല്ല, നാരങ്ങ വെള്ളമാണ് തരണം. പിന്നെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ കുഞ്ഞു കാണും. 2 സെറ്റ് ലിവർ ഇവിടെ കാണുന്നു. പിന്നെ മണം ഇങ്ങനെ അടിക്കണം എനിക്ക്. നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള സോഫ്റ്റ് കുഞ്ഞു കോഴി. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയിൽ വെച്ച് അച്ചാറ് മുക്കി കഴിക്കണം. ആണല്ലേ? പക്ഷെ ഗ്രേവി കൂടെ വന്നാൽ സൂപ്പർ ആയിരിക്കും. ഗ്രേവി വേറെ ടേസ്റ്റാണ്. ഇങ്ങനെ
ഗോതമ്പ് എടുത്തിട്ട് അച്ചാറിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ലിവർ പോട്ടെ. ഒപ്പം കുഞ്ഞു കോഴിയുടെ ലിവർ, സൂപ്പർ സാധനം. കഴിച്ചിട്ട് തരാം. ഫുഡും കഴിച്ച് വയറും വീർത്ത് അങ്ങനെ ഇറങ്ങിയൊക്കെയാണ് സുഹൃത്തുക്കളെ വീണ്ടും ചാലയുടെ തെരുവ് വീതികളിലേക്ക്. നല്ല ഫുഡ് തന്നെയാടാ. അതെ, മനസ്സ് നിറയ്ക്കുന്ന തിരുവനന്തപുരം ഫുഡാണ്. ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു അതെ കാര്യം. അവർ ആ പഴയ സ്ഥലത്ത് പക്ഷെ ചാല വന്ന് കഴിക്കണം കേട്ടോ, എന്നാലേ ഒരു ഫീല് കിട്ടുള്ളൂ. വേറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ചാലയിൽ കിട്ടണ ആ ഒരു ഫീൽ നമുക്ക് വേറെ ഒരിടത്തും കിട്ടിയിട്ടില്ല. കണ്ട ഗൈസ്, പിന്നെ ഇവിടെ രാത്രി വരെ കണ്ട പൂക്കടയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അയ്യോ വയറ് വീർത്തുപോയി ഗൈസ്. ഇനി വർഷയെ പോയി പിക്ക് ചെയ്യണം. അവള് ആഗ്രഹമൊക്കെ സിനിമ കഴിഞ്ഞിട്ട് സാന്ദ്രാസുവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു റീലൊക്കെ എടുത്ത് ഇപ്പം നമുക്ക് കാണിച്ചു തന്നു ഗൈസ്. അത് ആരുടെ അക്കൗണ്ട്, അഗ്രങ്കയുടെ എങ്ങാണ്ട് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യണത് അവര്. അതെ അതെ. പക്ഷെ എൻ്റെ അടുത്ത് ഒരു സാധനം ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. അതെ, വാഴ 3 കയറാനായിട്ടുള്ള എഫർട്ടാണ് അവരിടണത്. ഇടയ്ക്ക് വെച്ച് ഒരു റീൽ അങ്ങാണ്ട് വൈറലായിട്ടാ, ഞാൻ ഷെയർ ചെയ്യാതെ തന്നെത്താനെ കയറി പോയതാണ്. മഞ്ജു ചേച്ചിയെ കണ്ടിട്ട് എന്നെ വിളിച്ചടാ, നിനക്കൊന്ന് ഉറക്കെ കരഞ്ഞൂടായിരുന്നത്. അപ്പൊ അവരവിടെ ഇരുന്ന് റീലുണ്ടാക്കുന്നു. പാവം സാന്ദ്രയുടെ അമ്മയൊക്കെ പിടിച്ച് നിന്നതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി വണ്ടി കയറട്ടെ, വയറ് കറഞ്ഞു പോയി. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെയുള്ള വ്യൂ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. കണ്ടാ, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. ഇതൊക്കെ എന്താടി ഇതൊക്കെ? മഹാവോ? ഓ, ഇത് ആരൊക്കെയാ പുറത്ത്? ഹലോ പിള്ളേരെ, നിങ്ങളുടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാവം മാങ്ങ കേസ് ഒന്നും അറിയാതെ സൈഡിൽ നിൽക്കുന്നു. മനസ്സിലായി? ഇല്ല പാവം. ഇവർക്കൊക്കെ പ്രശ്നമുണ്ട്. ഇവരെങ്ങനെ സഹിക്കുന്നു? ഇതേടൊക്കെ എന്തെങ്കിലും നമ്മളെ കൈ കിട്ടും. ടാറ്റ താര പിള്ളേരെ, ടാറ്റ. പോയിട്ട് വരാം. പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു വാഴ 2 ഒന്നുകൂടെ കണ്ടിട്ട്? ബാക്കിരിക്കണ 3 കരച്ചിലായിരുന്നു. നീ കരഞ്ഞില്ലടാ, പോടാ. അപ്പൊ ഏങ്ങി കരഞ്ഞ്. അവരൊക്കെ കരഞ്ഞാ? അടിപൊളി. ടാറ്റ. ഓ, മതിലിന്റെ അപ്പുറത്തൊന്ന് ടാറ്റ. പോകണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റ ആയി പോയതാണെന്ന്. ഓക്കെ, ഞങ്ങൾ തിരിച്ചു പോട്ടെ. ടാറ്റ അളിയ, ടാറ്റ. സുഹൃത്തുക്കളെ, വർഷയ്ക്ക് വിഷ്ണുവിന്റെ ഡ്രൈവിംഗ് കാണാൻ വേണ്ടി നമ്മളെ ഫ്രണ്ട് ഇരുത്തിയേക്കാണ്. അളിയ ടയർ വാണിംഗ് കാണിച്ചേക്കണടാ വിഷ്ണു, ഇൻഫ്ലേഷൻ വാണിംഗ്. അപ്പൊ ഇനി നേരെ വീട്ടിലോട്ട്. അളിയ അപ്പൊ ടാറ്റ ടാറ്റ, ബൈ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ഡ്രൈവിങ്? കൊള്ളായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ. അയ്യോ, ഓ, തിരിച്ച് റൂമിൽ ചെയ്ത് എന്തൊരു സമാനം കേസ്. വിഷ്ണുവിനെ ഉണ്ടല്ല, എമർജൻസി ആണെന്നും പറഞ്ഞ് അവന്റെ കൈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട നന്ദു ആണെങ്കിൽ ഇപ്പൊ പ്രഷറിന്റെ ഗുളിക കൂടെ കഴിക്കണേണ് ഗൈസ്. നമുക്കുണ്ടല്ലോ കൃഷ്ണപ്രിയ അനിൽ എന്ന് പറഞ്ഞ ആരുടെയോ പോസ്റ്റ് കാർഡ്സ് _from_ ഹൃദയം ഉണ്ടോ? ഒരു കാർഡാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം നമുക്ക്. ഒടിച്ചാടുന്ന മാനേ കത്താണല്ലോ ഗൈസ്. ഇതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് കത്ത്. ഡിയർ കാർത്തി ചേട്ടാ, നോട്ട് യുവർ ബിഗ്ഗസ്റ്റ് ഫോളോവർ ബട്ട് വൺ ഓഫ് യുവർ fan of your perseverance and hard work. I like that. Throughout these long years, your current vlogs are too cute. Ayyo, that we couldn't resist to send this. Not that big of a surprise, but means a lot to us. എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആണ്. മീൻസ് എ ലോട്ട്. ഓ, വാണിംഗ് ഉണ്ട്. ഓപ്പൺ വിത്ത് എ ക്യാമറ ഓൺ റെക്കോർഡിംഗ് ടു ക്യാപ്ചർ ദ റിയൽ ഇമോഷൻസ് എന്ന് നമുക്ക് വാണിംഗ് എന്നൊക്കെ എഴുതി. അതൊക്കെ നമ്മൾ റെക്കോർഡിംഗ് ആണ് മുത്തേ. അയ്യോടാ, ഞാൻ ഇത് കാണിക്കാൻ മറന്നു. ഫേസ് സൂം ചെയ്തോണ്ടിരിക്കാൻ. അയ്യോടാ, കാർത്തിക് ചേട്ടൻ ആൻഡ് വർഷ ചേച്ചി, ഹായ്. സ്മോൾ ഗിഫ്റ്റ് ഫ്രം അവർ സൈഡ്. സ്നേഹവും സമാധാനം നിറഞ്ഞ ഒരു മനോഹരമായ ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. കീപ് റോക്കിംഗ് ഗൈസ്. ഫ്രം, ഇതാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റാ ഹാൻഡിൽ എന്ന് തോന്നുന്നു,
പോസ്റ്റ് കാർഡ്സ് ഫ്രം ഹൃദയം. നല്ല രസമുണ്ട് ഗൈസ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസിൽ ഒന്നാണ് കേട്ടോ. നമ്മൾ ഏറിപ്പോയ ഫോട്ടോകളിലൊന്നും അതെ പക്ഷെ അതിലല്ലല്ലോ കാര്യം. നല്ല ഫോട്ടോ ആണ്. അതെ, എനിക്ക് തൃക്കണ്ണൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളത് കുറിയാണെന്ന് തോന്നല്ലേ? പക്ഷെ നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച് പോസ്റ്റ് കാർഡ്സ് ഫ്രം ഹൃദയമേ. ദിസ് മീൻസ് എ ലോട്ട് ടു അസ്. അത് ഗിഫ്റ്റിൽ അങ്ങനെ ചെറുപ്പം വലിപ്പമൊന്നുമില്ല ഗൈസ്. നമ്മളാ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവര് ഇത് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് കാണിച്ചാലോ നമുക്ക് ഭയങ്കര വലുതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കത്തൊക്കെ കിട്ടാൻ കുതിച്ചിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആരെഴുതാൻ എന്നുള്ളൊരു ഇതാണ്. നൗ വി ആർ ഗെറ്റിംഗ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ് യു ഗൈസ്. ഗൈസ്. ആൻഡ് അതോടുകൂടി ഇന്നത്തെ മനോഹരമായ കുഞ്ഞു വ്ളോഗ് നമുക്ക് വാഴ ഒന്നുകൂടെ കാണാൻ പോയല്ലേ? ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ അഗ്രംഗയും സൂസു രണ്ട് സൈഡിൽ ഇരുന്ന് കരയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനാണല്ലോ അവരോട് സൂപ്പറാണെന്ന് എന്റെ സിനിമ കൊണ്ട് കാണിച്ചു. അവർ കരഞ്ഞപ്പോ ഞാൻ എനിക്ക് അപ്പൊ അവര് പറഞ്ഞു ഒന്നുകൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാനും ഒന്നും കൂടെ കാണാം. നല്ല രസമുണ്ട്. എന്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓവർ എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ തള്ളി മറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നാളെ നമുക്ക് മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരെയ്ക്ക് ലവ് യു. ബൈ കൊടുക്കും. ബൈ.